أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ഖുത്ബയിൽ വിശുദ്ധ ഖുർആന്റെ മഹത്വത്തെയും പ്രാധാന്യത്തെയും കുറിച്ച് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ പാഠങ്ങളാണ് കേൾപ്പിച്ചിരുന്നത്. ഇന്ന് ഇതേ വിഷയത്തിൽ കുറച്ചുകൂടി കാര്യങ്ങൾ സമർപ്പിക്കാം. വിശുദ്ധ ഖുർആന്റെ മേന്മകളെയും പ്രാധാന്യങ്ങളെയും വിവരിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ തോഫെ കസ്രിയ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഇത് വിക്ടോറിയ രാജ്ഞിയുടെ ഡയമണ്ട് ജൂബിലിയുടെ അവസരത്തിൽ ആ മഹാത്മാവ് രചിച്ചതാണ്. ഇതിൽ രാജ്ഞിക്ക് ഇസ്ലാമിന്റെ സന്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ പുസ്തകത്തിൽ ആ മഹാത്മാവ് പറയുകയാണ്, വിശുദ്ധ ഖുർആൻ അതിസൂക്ഷ്മമായ യുക്തിജ്ഞാനങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഓരോ അധ്യാപനത്തിലും ഇഞ്ചീലിനെ അപേക്ഷിച്ച് യഥാർത്ഥ നന്മ പഠിപ്പിക്കുന്നതിന് വേണ്ടി അത് ഒരു ചുവട് മുന്നിലാണുള്ളത്. പ്രത്യേകിച്ചും സത്യവാനും മാറ്റമില്ലാത്തവനുമായ ദൈവത്തെ കാണിക്കുന്ന വിളക്ക് വിശുദ്ധ ഖുർആന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഇത് ലോകത്തേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ലോകത്ത് സൃഷ്ടിപൂജയുടെ കണക്ക് എവിടേക്കെത്തുമെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. ആയതിനാൽ ഭൂമിയിൽ നിന്ന് നഷ്ടമായിരുന്ന ദൈവത്തിന്റെ ഏകത്വം ഭൂമിയിൽ വീണ്ടും സ്ഥാപിക്കുകയുണ്ടായി എന്നതിൽ കൃതജ്ഞത പ്രകടിപ്പിക്കേണ്ട സന്ദർഭമാണിത്. അക്കാലഘട്ടത്തിൽ ഇത്രയും ധൈര്യത്തോടുകൂടി ഇന്ത്യൻ രാജ്ഞിക്ക് ഇങ്ങനെ സന്ദേശം അയക്കുകയും ഇസ്ലാമിക പ്രചാരണം നടത്തുകയും ചെയ്ത മറ്റാരെങ്കിലുമുണ്ടോ? ഇസ്ലാമിൻ്റെയും ഖുർആന്റെയും മഹത്വം വിവരിക്കാൻ ഈ ധൈര്യമൊന്നുമില്ലാത്ത ഇന്നത്തെ ആളുകൾ നമ്മളെക്കുറിച്ച് പറയുന്നത് നൗസുബില്ല ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമും അഹമ്മദിയ ജമാഅത്തും വിശുദ്ധ ഖുർആനെ അപഹസിക്കുന്നു എന്നാണ്. അമുസ്ലിങ്ങൾ അവരുടെ നീക്കങ്ങൾ കാണുമ്പോൾ ഇസ്ലാം ശത്രുതയിൽ അന്ധരായിത്തീരുന്നു. വിശുദ്ധ ഖുർആന്റെ മഹത്വം തിരസ്കരിക്കാൻ കഴിയാത്തതുകൊണ്ട് സ്വീഡനിലും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി വിശുദ്ധ ഖുർആന്റെ പ്രതികൾ കത്തിച്ചുകൊണ്ട് തങ്ങളുടെ ഹൃദയത്തിലുള്ള രോഷം അവർ പ്രകടിപ്പിക്കുന്നു. മുസ്ലിങ്ങൾ കാലത്തിന്റെ ഇമാമിനെ അംഗീകരിക്കുകയും വിശുദ്ധ ഖുർആന്റെ പാഠങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അമുസ്ലിങ്ങൾക്കൊരിക്കലും വിശുദ്ധ ഖുർആനെ അപഹസിക്കാൻ ധൈര്യം വരില്ലായിരുന്നു. അള്ളാഹു തന്നെ ഇവർക്ക് ബുദ്ധി നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ മാത്രമാണ് ഇനി സന്മാർഗ സിദ്ധിക്കുള്ള മാർഗം എന്ന് വിവരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, ഇസ്ലാം അനുഗ്രഹീതവും ദൈവോന്മുഖവുമായ മതമാകുന്നു. ആരെങ്കിലും സത്യസന്ധമായി അതിനെ പാലിക്കുകയും അള്ളാഹുവിന്റെ സത്യസന്ധമായ ഖുർആനിലുള്ള അധ്യാപനങ്ങളെയും സന്മാർഗത്തെയും അനുശാസനകളെയും പ്രാവർത്തികമാക്കുകയുമാണെങ്കിൽ അയാൾ ഈ ലോകത്ത് തന്നെ അള്ളാഹുവിനെ കാണുന്നതാണ്. ജനങ്ങൾ പരലോകത്തെങ്ങനെയാണ് അള്ളാഹുവിനെ കാണുക എന്ന് ചോദിക്കുന്നു. ആ മഹാത്മാവ് പറയുന്നു, വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളെ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഹലോകത്ത് തന്നെ അള്ളാഹുവിനെ കാണാൻ കഴിയുന്നതാണ്. ലോകത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് ആയിരക്കണക്കിന് ആവരണങ്ങൾക്കകത്തുള്ള ദൈവത്തെ കണ്ടെത്താൻ ഖുർആനിക അധ്യാപനമല്ലാതെ മറ്റൊരു മാർഗവുമില്ല. വിശുദ്ധ ഖുർആൻ ബുദ്ധിപരമായും സ്വർഗീയ ദൃഷ്ടാന്തങ്ങൾ മുഖേനയും വളരെ എളുപ്പത്തിലും എളുപ്പമുള്ള മാർഗത്തിലൂടെയും അള്ളാഹുവിലേക്ക് വഴി നടത്തുന്നു. അതിൻ്റെ അധ്യാപനമനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ദൈവാസ്തിക്യം മനസ്സിലാക്കുന്നതിനുള്ള അടയാളങ്ങൾ വെളിപ്പെടുന്നതാണ്. ആ മഹാത്മാവ് പറയുന്നു, അതിലൊരു അനുഗ്രഹവും ആകർഷണീയ ശക്തിയുമുണ്ട്. അത് ദൈവാന്വേഷിയെ അനുനിമിഷം അള്ളാഹുവിലേക്ക് വലിച്ചടിപ്പിക്കുകയും
പ്രകാശവും സമാധാനവും സംതൃപ്തിയും പ്രദാനം ചെയ്യുന്നതുമാണ്. വിശുദ്ധ ഖുർആനിൽ സത്യസന്ധമായ വിശ്വാസമുള്ളയാൾ കേവലം തത്വചിന്തകന്മാരെ പോലെ ഈ യുക്തിഭദ്രമായ ലോകത്ത് സൃഷ്ടിക്കാൻ ഒരാളുണ്ടാകണമെന്ന അനുമാനത്തിൽ മാത്രം കഴിയുന്നതല്ല. മറിച്ച് അയാൾ ഒരു വ്യക്തിഗതമായ ഉൾക്കാഴ്ച കരസ്ഥമാക്കുകയും ഒരു പരിശുദ്ധ ദൃഷ്ടിയാൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ട് ദൃഢബോധ്യത്തിന്റെ കണ്ണുകളാൽ യഥാർത്ഥത്തിൽ സൃഷ്ടികർത്താവ് ഉണ്ട് എന്ന് കാണുന്നതുമാണ്. ആ പരിശുദ്ധ വചനങ്ങളുടെ പ്രകാശം കരസ്ഥമാകുന്നയാൾ കേവലം ഊഷരമായ യുക്തിവാദികളെപ്പോലെ പങ്കുകാരില്ലാത്ത ദൈവമുണ്ടെന്ന ചിന്തയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. മറിച്ച് നൂറുകണക്കിന് പ്രകാശമാനമായ ദൃഷ്ടാന്തങ്ങൾ അത് അയാളുടെ കൈപിടിച്ചുകൊണ്ട് അയാളെ ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയും യഥാർത്ഥ രീതിയിൽ സത്തയിലും ഗുണങ്ങളിലും ദൈവത്തിന് സമാനനായി ആരുമില്ലെന്നും കാണുന്നതാണ്. അതുമാത്രമല്ല, കർമ്മഫലമായി ലോകത്തിന് അത് കാണിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ ദൈവത്തെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഏകദൈവത്തിന്റെ മഹത്വം അവന്റെ ഹൃദയത്തിൽ സന്നിവേശിപ്പിക്കപ്പെടുന്നു. അതായത് അവൻ ദൈവീംഗിതങ്ങൾക്ക് മുന്നിൽ മുഴുവൻ ലോകത്തെയും ചത്തുകിടക്കുന്ന കീടത്തെ പോലെ അല്ലെങ്കിൽ അതിലുമുപരി ഒന്നുമല്ലെന്നും മുഴുവൻ വ്യർത്ഥമാണെന്നും മനസ്സിലാക്കുന്നു. വിശുദ്ധ ഖുർആനിൽ വൈജ്ഞാനികവും കർമ്മപരവുമായ സന്മാർഗത്തിന്റെ സമ്പൂർത്തീകരണമാണുള്ളത് എന്ന് വിശദീകരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു. ഓർക്കുക, വിശുദ്ധ ഖുർആനിൽ വൈജ്ഞാനികവും കർമ്മപരവുമായ സമ്പൂർത്തിക്കുള്ള സന്മാർഗമാണുള്ളത്. പൂർണ്ണമായ വിജ്ഞാനങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. കർമ്മപരമായ സന്മാർഗവും നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പറയുന്നു, ഇഹ്ദിന സിറാത്ത് വൈജ്ഞാനികമായ സമ്പൂർത്തിയിലേക്കുള്ള സൂചനയാണത്. അതായത് വിശുദ്ധ ഖുർആൻ മാത്രമാണ് അഥവാ അതിൻ്റെ അധ്യാപനമാണ് ശരിയായ മാർഗത്തിലേക്ക് വഴി നടത്തുന്ന കർമ്മപരമായ സമ്പൂർത്തിയെ വിവരിച്ച സമ്പൂർണമായ ഗ്രന്ഥം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് അതിൽ പറയുന്നു. പരിപൂർണവും പരിപക്വവുമായ തലങ്ങൾ ഇതുമൂലം ലഭ്യമാകുന്നതാണ്. കർമ്മപരമായ പുരോഗതിക്ക് അനുഗ്രഹസിദ്ധരായ ആളുകളുടെ മാർഗത്തിലൂടെ ചലിക്കാനുള്ള പ്രാർത്ഥനയുണ്ട്. ആരാണ് സന്മാർഗ സിദ്ധരായ ആളുകളെന്ന് കഴിഞ്ഞ ജുമയിൽ ഞാൻ പരാമർശിച്ചിരുന്നു. അവർ നബിമാരും സിദ്ദീഖുമാരും ശുഹദാക്കളും സാലിഹീങ്ങളും പിന്നെ അവർക്കുള്ള ഉദാഹരണങ്ങളും ഉണ്ട്. ഈ കാലഘട്ടത്തിലും സന്മാർഗ സിദ്ധരായ ആളുകളുണ്ട്. അവർക്ക് ദൈവിക അനുഗ്രഹങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. പറയുന്നു, ഒരു ചെടി വെച്ച് പിടിപ്പിക്കുമ്പോൾ അതിനെ പൂർണ്ണമായും പരിപാലിക്കുന്നില്ലെങ്കിൽ ഫലങ്ങളും പുഷ്പങ്ങളും ഉണ്ടാകുന്നതല്ല. അതുപോലെ ഏതെങ്കിലും സന്മാർഗത്തിന്റെ ഉന്നതവും സമ്പൂർത്തീകരിക്കപ്പെട്ടതുമായ ഫലങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ആ സന്മാർഗം മൃതമാണ്. അതിനുള്ളിൽ വളരാനുള്ള കഴിവോ ശക്തിയോ ഇല്ല. വേദങ്ങളുടെ അധ്യാപനങ്ങൾ അനുസരിച്ച് പൂർണ്ണമായും കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ പോലും സ്ഥായിയായ മുക്തി അഥവാ മോക്ഷം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ വകയില്ല. കൃമികീടങ്ങളാകുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് സ്ഥായിയായ സന്തോഷം ലഭ്യമാകണം. പക്ഷേ അതിൻ്റെ സന്മാർഗം കൊണ്ട് എന്ത് കിട്ടാനാണ്? എന്നാൽ വിശുദ്ധ ഖുർആൻ നൽകുന്ന സന്മാർഗത്തെ പ്രാവർത്തികമാക്കുമ്പോൾ ഉന്നത തലത്തിലുള്ള തികവുകൾ ലഭ്യമാകുന്നു. അള്ളാഹുവുമായി ഒരു സത്യസന്ധമായ ബന്ധമുണ്ടാകുന്നു. എത്രത്തോളം എന്നാൽ അയാളുടെ സൽക്കർമ്മങ്ങൾ ഖുർആനിക അധ്യാപനമനുസരിച്ച് ചെയ്യപ്പെടുമ്പോൾ അത് വിശുദ്ധ ഖുർആൻ ഉദാഹരിക്കുന്ന ഒരു പരിശുദ്ധ വൃക്ഷം പോലെയാകുന്നു. അത് വളരുകയും പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. അതിലൊരു പ്രത്യേകതരം മാധുര്യവും സ്വാദും ഉണ്ടാകുന്നതാണ്. വീണ്ടും പറയുന്നു, വിശുദ്ധ ഖുർആൻ വലിയ വലിയ കുഴപ്പങ്ങൾ പരന്നുകൊണ്ടിരുന്ന ഘട്ടത്തിൽ ലോകത്തേക്ക് വന്ന വിശുദ്ധ ഗ്രന്ഥമാകുന്നു. അന്ന് നിരവധി വിശ്വാസപരവും കർമ്മപരവുമായ അബദ്ധങ്ങൾ നിലവിലുണ്ടായിരുന്നു. ഏറെക്കുറെ എല്ലാ മനുഷ്യരും ദുഷ്കർമ്മങ്ങളിലും തെറ്റായ വിശ്വാസങ്ങളിലും ബന്ധിതരായിരുന്നു. അതിലേക്ക് സൂചന നൽകിക്കൊണ്ട് അള്ളാഹു പറയുന്നു, സഹറിൽ ഫസാദു ഫിൽ ബർറി വൽ ബഹർ, അതായത് എല്ലാ ആളുകളും ഗ്രന്ഥാനുസാരികളാകട്ടെ മറ്റുള്ള ആളുകളാകട്ടെ സകലരും അബദ്ധവിശ്വാസങ്ങളിൽ അകപ്പെട്ടിരുന്നു. ലോകത്ത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. അക്കാലഘട്ടത്തിൽ അള്ളാഹു എല്ലാ അബദ്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കാൻ വിശുദ്ധ ഖുർആൻ എന്ന സമ്പൂർണ്ണ ഗ്രന്ഥത്തെ നമ്മുടെ സന്മാർഗത്തിന് വേണ്ടി കൂടി അയച്ചു. അക്കാലഘട്ടത്തിൽ അള്ളാഹു എല്ലാ അബദ്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കാൻ വിശുദ്ധ ഖുർആൻ എന്ന സമ്പൂർണ്ണ ഗ്രന്ഥത്തെ നമ്മുടെ സന്മാർഗത്തിനു വേണ്ടിയും അയച്ചു. അതിൽ എല്ലാ പൊയ്മതങ്ങളുടെയും ഖണ്ഡനമുണ്ട്. പ്രത്യേകിച്ചും 5 നേര നമസ്കാരങ്ങളിൽ
ഓരോ റക്കാത്തിലും പാരായണം ചെയ്യുന്ന സൂറ ഫാത്തിഹയിൽ സൂചനയെന്നോണം എല്ലാ വിശ്വാസങ്ങളെയും പരാമർശിച്ചിട്ടുണ്ട്. പറയുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അതായത് സകല മേന്മകളും അള്ളാഹുവിന് മാത്രം അനുഗുണമാകുന്നു. അവൻ സകല ലോകത്തെയും സൃഷ്ടിച്ചവനുമാണ്. അർ റഹ്മാൻ, അവൻ കർമ്മങ്ങളില്ലാതെ തന്നെ നൽകുന്നവനാകുന്നു. അതായത് കർമ്മങ്ങളൊന്നുമില്ലെങ്കിലും അവൻ അനുഗ്രഹിക്കുന്നു. അവന്റെ റഹ്മാനിയത്ത് സക്രിയമാണ്. അർ റഹീം, അവൻ കർമ്മങ്ങൾക്ക് ഫലം നൽകുന്നവനാണ്. എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അതിന് ഫലമുളവാക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ അത് സ്വീകരിക്കുന്നു. അവൻ മാലിക് യൗമിദ്ദീനാണ്, രക്ഷാശിക്ഷയുടെ നാളിന്റെ അധിപനാണ്. രക്ഷാശിഷ്ടകൾ ഇഹലോകത്തും പരലോകത്തുമുണ്ട്. പറയുന്നു, ഈ 4 ഗുണവിശേഷങ്ങളിൽ ലോകത്തിലെ സകല ജനതകളെക്കുറിച്ചും വിവരിക്കുന്നു. ഇനി അവധാനതയോടുകൂടി ഒരാൾ 5 നേര നമസ്കാരങ്ങളിൽ ഇത് ഓതുകയാണെങ്കിൽ വലിയ ആധ്യാത്മിക ജ്ഞാനം കരസ്ഥമാക്കാനും കഴിയുന്നതാണ്. വിശുദ്ധ ഖുർആൻ ഒരു മോജിസ അഥവാ അത്ഭുതമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മഹാത്മാവ് വിവരിക്കുന്നു. മോജിസ വാസ്തവത്തിൽ അഭൗമികമായ അവസ്ഥയ്ക്കാണ് പറയുന്നത്. അതായത് എതിരാളി അതിന് തത്തുല്യമായത് സമർപ്പിക്കുന്ന കാര്യത്തിൽ നിസ്സഹായനായി തീരും. ഒരു ഉദാഹരണം പോലും സമർപ്പിക്കാൻ കഴിയില്ല. അത് പ്രത്യക്ഷത്തിൽ മനുഷ്യശക്തിക്ക് അതീതമായി കാണപ്പെടുന്നതാണ്. ഉദാഹരണമായി വിശുദ്ധ ഖുർആൻ ഒരു മോജിസ അഥവാ ദിവ്യാത്ഭുതമാകുന്നു. അത് അറേബ്യൻ രാജ്യത്തിലെ സകല നിവാസികൾക്ക് മുന്നിലാണ് സമർപ്പിക്കപ്പെട്ടത്. അത് പ്രത്യക്ഷത്തിൽ മനുഷ്യന്റെ കഴിവിനുള്ളിലാണെന്ന് തോന്നിയേക്കാം. എന്നാൽ അതിന് സമാനമായത് സമർപ്പിക്കുന്നതിൽ അറേബ്യയിലെ സകല നിവാസികളും നിസ്സഹായരായിരുന്നു. ആകയാൽ മോചിതത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന കാര്യത്തിൽ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ വളരെ പ്രകാശമാനമായ ഉദാഹരണമാകുന്നു. പ്രത്യക്ഷത്തിൽ അതൊരു വചനം മാത്രമാണ്. മനുഷ്യവചനങ്ങൾ പോലെ തന്നെ ഗാംഭീര്യമുള്ള പ്രഭാഷണത്തിന്റെ അടിസ്ഥാനത്തിലും വളരെയേറെ സ്വാദിഷ്ടവും പരിശുദ്ധവും വർണ്ണാഭവുമായ വാക്കുകളുടെ കാര്യത്തിലും അത് എല്ലാ ഇടങ്ങളിലും സത്യവും യുക്തിയും പാലിക്കുന്നതിൽ ബദ്ധശ്രദ്ധമാണ്. മാത്രമല്ല, പ്രകാശിതമായ അടയാളങ്ങളുടെ കാര്യത്തിൽ ലോകത്തിന്റെ മുഴുവനും എതിർപ്പിന്റെ തെളിവുകൾക്കുമേൽ അതിജയിച്ചു നിൽക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ഉഗ്രൻ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് മറുപടിയില്ലാത്ത മഹാത്ഭുതമാകുന്നു. അത് 1300 വർഷങ്ങൾ, അതായത് ഇതുവരെയായും ഒരു എതിരാളിക്കും അതിനെ നേരിടാൻ കഴിഞ്ഞിട്ടില്ല. ആർക്കും തന്നെ അതിന് ശക്തിയുമില്ല. വിശുദ്ധ ഖുർആന് സകല ഗ്രന്ഥങ്ങൾക്കുമേലും ഒരു വേർതിരിവുണ്ട്. അത് അത്ഭുതകരമായ പ്രവചനങ്ങളെയും അത്ഭുതാവഹമായ വാക്കുകളിൽ ഉന്നതമായ സാഹിത്യ സമ്പുഷ്ടിയോടുകൂടിയും സത്യവും യുക്തിയും നിറഞ്ഞ നിലയിലും വിവരിക്കുന്നു. ചുരുക്കത്തിൽ അടിസ്ഥാനപരവും ഘനവത്വവുമായ ലക്ഷ്യമെന്തെന്നാൽ മോജിസത്തുകൾ മുഖേന സത്യവും അസത്യവും അസത്യവാനും വ്യാജവാദിയും തമ്മിൽ വ്യതിരിക്തത കാണിക്കുകയാണ്. അത്തരം വേർതിരിച്ച് കാണിക്കുന്നതിന്റെ പേരാണ് മോജിസ. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ അടയാളം. അടയാളങ്ങൾ കൂടാതെ അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ ദൃഢബോധ്യമുണ്ടാകാൻ സാധ്യമല്ല. മാത്രമല്ല, ദൃഢബോധ്യത്തിലൂടെ ലഭ്യമാകുന്ന ഫലങ്ങളും കിട്ടുകയില്ല. മതത്തിന്റെ അടിസ്ഥാനം സത്യവാനായ ദൈവത്തിന്റെ അസ്തിത്വത്തെ തിരിച്ചറിയുന്നതുമായി ബന്ധിതമാണെന്ന കാര്യം വ്യക്തമാണ്. സത്യമതത്തിന്റെ അനിവാര്യവും പ്രധാനപ്പെട്ടതുമായ കാര്യമെന്തെന്നാൽ അതിൽ അല്ലാഹുവിന്റെ അസ്തിത്വത്തിനുള്ള ഖണ്ഡിതവും ദൃഢവുമായ തെളിവുകൾ ഉണ്ടായിരിക്കണം. അതായത് അത്തരം മതം അതിനുള്ളിൽ ദൈവത്തിന്റെ കൈകൾ പിടിക്കാൻ അതിന്റെ അനുയായികളെ പര്യാപ്തമാക്കുന്നു. അത്തരമൊരു ബന്ധം അള്ളാഹുവുമായി ഉണ്ടാകുകയും ചെയ്യുന്നു. കേവലം സൃഷ്ടികളെ കണ്ടുകൊണ്ട് സൃഷ്ടാവിന്റെ ആവശ്യം അനുമാനിക്കുന്നതും അവന്റെ അസ്തിത്വത്തിൽ ദൃഢബോധ്യം വരാതിരിക്കുന്നതും മതിയായതല്ല. അതായത് സൃഷ്ടിക്കുന്ന ഒരുത്തനുണ്ടാകണമെന്ന അനുമാനം മാത്രമുണ്ടായാൽ പോരാ. ഈ പരിധിവരെ എത്തുന്ന ഒരാൾക്ക് അള്ളാഹുവുമായി യഥാർത്ഥ ബന്ധമുണ്ടാക്കാൻ കഴിയുകയില്ല. അയാൾക്ക് തന്റെ ആത്മാവിനെ ദേഹേച്ഛകളിൽ നിന്ന് ശുദ്ധമാക്കാനും സാധ്യമല്ല. ഒരസ്തിത്വമുണ്ടെന്ന അറിവുകൊണ്ട് മാത്രം ആർക്കും തന്നെ മാനസിക പരിശുദ്ധി കൈവരിക്കാനോ അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കാനോ കഴിയില്ല. അതുകൊണ്ട് ഇത്ര മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതായത് ഈ കൃത്യമായ ക്രമമുള്ള വിധിക്കും സ്ഫുടമായ കാര്യങ്ങൾക്കും ഒരു സൃഷ്ടികർത്താവ് ഉണ്ടാകേണ്ടതാണ്. അതേസമയം അവൻ യഥാർത്ഥത്തിലുണ്ടെന്നല്ല പറയുന്നത്. ഈ ലോകത്ത് നമുക്ക് കാണപ്പെടുന്നതിനെല്ലാം ഒരു സൃഷ്ടികർത്താവ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ അടിസ്ഥാനപരമായ ജ്ഞാനം വേണ്ടതാണ്. അവൻ ആരാണെന്ന് അറിയുകയും
ആ ദൈവത്തെ നമ്മൾ ആരാധിക്കുകയും ചെയ്യുമ്പോൾ ആ ദൈവം യഥാർത്ഥമായ ബന്ധവും ഉണ്ടാക്കുന്നതാണ്. തുടർന്ന് അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസൃതമായി ചുവടുകൾ വെക്കാൻ ശ്രദ്ധയുണ്ടാകുന്നതുമാണ്. അപ്പോൾ മനുഷ്യന് തന്റെ ആത്മാവിന്റെ പരിഷ്കരണത്തിലേക്കും ശ്രദ്ധയുണ്ടാകും. പറയുന്നു, കേവലം ആവശ്യകത ഉണ്ടെന്ന അനുമാനം ഒരിക്കലും തന്നെ കാണുന്ന സ്ഥാനത്തിന് തത്തുല്യമല്ല. മാത്രമല്ല, കാണുന്നത് കൊണ്ടുള്ള പരിശുദ്ധമായ മാറ്റം അതുകൊണ്ടുണ്ടാകുന്നതുമല്ല. അനുമാനിക്കുന്നതും കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഏത് മതമാണോ മനുഷ്യനെ ദൈവം ഉണ്ടാകണമെന്ന അനുമാനത്തിലേക്ക് മാത്രമായി ഒതുക്കുന്നത്, അത് കർമ്മപരമായ വസ്തുതയാകുന്നില്ല. അത്തരം മതം മൃതമാകുന്നു. അത് മുഖേന ഏതെങ്കിലും പരിശുദ്ധ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു ഭോഷ്കായ പ്രത്യാശ മാത്രമാകുന്നു. കേവലം യുക്തിപരമായ തെളിവുകൾ മതത്തിന്റെ സത്യസാക്ഷ്യത്തിലേക്ക് പൂർണ്ണമായ സാക്ഷ്യങ്ങൾ നൽകാൻ പര്യാപ്തമല്ല എന്നത് വ്യക്തമാണ്. ഈ മുദ്ര ഏതെങ്കിലും വഞ്ചകന് ഉണ്ടാക്കാൻ കഴിവില്ല. മറിച്ച് അത്തരം ചിന്താശക്തി ബൗദ്ധികമായ തലത്തിൽ ഒരു ഭിക്ഷാടകനെ പ്രതിഫലിപ്പിക്കുന്നു. കേവലം ഭൗതികമായ തെളിവുകൾ നൽകാൻ സാധിക്കുന്നു. എന്നാൽ ഭൗതികമായി വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയാൻ കഴിയും. പക്ഷേ അത് മാത്രം മതിയായതല്ല. അള്ളാഹുവിന്റെ ഗുണങ്ങൾ മനസ്സിലാകുന്നതുവരെ മനുഷ്യന് പ്രയോജനമെടുക്കാൻ സാധ്യമല്ല. പറയുന്നു, ബൗദ്ധികമായ ചില കാര്യങ്ങൾ ഒരു ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ളത് വാസ്തവത്തിൽ അവ ദൈവവാണികളാണോ അതല്ല ഏതെങ്കിലും ഗ്രന്ഥത്തിൽ നിന്ന് മോഷ്ടിച്ചെഴുതിയതാണോ എന്ന് ആർക്കാണ് തീരുമാനമെടുക്കാൻ കഴിയുക? ഇനി മോഷണമല്ല എന്ന് തന്നെ കരുതുക. എങ്കിൽ പോലും അതെങ്ങനെയാണ് ദൈവാസ്തിക്യത്തിന് ഖണ്ഡിതമായ തെളിവാവുക? ഒരു സത്യാന്വേഷിയുടെ അന്ധക്കരണം ബുദ്ധിപരമായ പ്രസ്തുത കാര്യങ്ങൾ മാത്രമാണ് പൂർണ്ണമായ ദൈവിക വചനങ്ങളെന്നും അതെല്ലാം പൂർണ്ണമായും വ്യക്തികൾക്ക് അതീതമാണെന്നും എങ്ങനെയാണ് ഉറപ്പിക്കുക? അതായത് പ്രസ്തുത അടയാളങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് കൊണ്ടുപോകുന്നതിനും എല്ലാ അബദ്ധങ്ങൾക്കും അതീതമാണോ എന്നും എങ്ങനെ മനസ്സിലാക്കും? ചുരുക്കത്തിൽ, ഒരു മതം കേവലം ചില കാര്യങ്ങളെ യുക്തിക്കും തത്വചിന്തയ്ക്കും ചേർത്ത് പറഞ്ഞതുകൊണ്ട് അത് സത്യമാണെന്നതിന് അതൊരു കാരണമല്ല. അതേസമയം ദൈവിക ദൃഷ്ടാന്തങ്ങളും അഭൗമികമായ കാര്യങ്ങളും കാണിക്കാൻ കഴിയാതിരിക്കുകയാണെങ്കിൽ അത്തരം മതത്തിന്റെ അനുയാതി അതേസമയം ദൈവിക ദൃഷ്ടാന്തങ്ങളും അഭൗമികമായ കാര്യങ്ങളും കാണിക്കാൻ കഴിയാതിരിക്കുകയുമാണെങ്കിൽ അത്തരം മതത്തിന്റെ അനുയായി വഞ്ചനയിൽപ്പെട്ടവനോ വഞ്ചിക്കുന്നവനോ അതുമല്ലെങ്കിൽ അന്ധകാരത്തിൽ തന്നെ മരണപ്പെടുന്നവനോ ആയിരിക്കും. ആയതിനാൽ കേവലം യുക്തിപരമായ തെളിവുകളിലൂടെ ദൈവത്തിന്റെ അസ്തിത്വവും ദൃഢമായ നിലയിൽ സ്ഥാപിതമാകുന്നില്ല എന്നിരിക്കെ ഏതെങ്കിലും മതത്തിന്റെ സത്യസാക്ഷ്യം എങ്ങനെയാണ് സ്ഥാപിതമാകുക? ഏതുവരൊരു മതം ദൈവാസ്തിക്യം ദൃഢമായി തെളിയിക്കുന്നതിന് ഉത്തരവാദിയല്ലയോ, അതുവരെയും ആ മതം ഒന്നും തന്നെയല്ല. അത്തരം മതത്തെ പുൽകുന്നവൻ ദൗർഭാഗ്യവാനാകുന്നു. അവൻ ശാപഗ്രസ്തമായ ഒരു മതത്തിന്റെ അടയാളമാണ് തന്റെ നെറ്റിയിൽ ചൂടുന്നത്. അതായത് അള്ളാഹുവിങ്കൽ എത്തുന്നതിന് ആ അറിവ് മനുഷ്യന് പര്യാപ്തമല്ല. ഈ ഉന്നത തലത്തിലേക്ക് എത്തുന്നതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ദൈവത്തെ അടയാളങ്ങളിലൂടെ തിരിച്ചറിയാനും വ്യക്തിഗതമായ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കാനും കഴിയണം. കേവലം യുക്തിപരമായ തെളിവുകളിലൂടെയല്ല. അതിനുശേഷം അള്ളാഹുവിനെ കുറിച്ച് വെളിപ്പെടുന്ന യാഥാർത്ഥ്യമാണ് യഥാർത്ഥ സത്യം. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹ്മദിയ ജമാഅത്തിൽ ഇത്തരം മാതൃകകളുണ്ട്. അന്യമതസ്ഥർക്കും നിർമ്മതവാദികൾക്കും അള്ളാഹുവിനെ അംഗീകരിക്കുന്നവർക്കും അത് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. യുക്തിപരമായ തെളിവുകളും അത് നൽകുന്നു. പിന്നെ അടയാളങ്ങളും നൽകുന്നു, സംഭവങ്ങളും വിവരിക്കുന്നു. അപ്പോൾ അവർ മതത്തെയും ഇസ്ലാമിനെയും അംഗീകരിക്കുന്നു. ഇവിടെ പാശ്ചാത്യ നാടുകളിലും അത്തരം ആളുകളുണ്ട്. ഉദാഹരണമായി ബെൽജിയത്തിൽ ഒരു സുഹൃത്തുണ്ട്, നിരീശ്വരവാദിയാകുന്നു. ബെൽജിയം ഇന്തോനേഷ്യൻ ആണ്. അതായത് പിന്നീട് ബെൽജിയത്തിലേക്ക് വന്നതാണ്. അവിടുത്തുകാരനായി മാറുകയും ചെയ്തു. അദ്ദേഹം ബയ്യത്ത് ചെയ്തിരിക്കുന്നു. അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, ഞാൻ അല്ലാഹുവിന്റെ അസ്തിത്വത്തെ അംഗീകരിച്ചത് യുക്തി കൊണ്ട് മാത്രമല്ല, മറിച്ച് സംഭവങ്ങളുടെ തെളിവുകൾ മുഖേനയും അടയാളങ്ങൾ മുഖേനയുമാണ്. അതിനുശേഷം അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാം അംഗീകരിക്കുകയല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. പറയുന്നു, എനിക്ക് അഹമ്മദിയത്താണ് അത് കാണിച്ചു തന്നത്. അതുകൊണ്ട് ഞാനൊരു അഹമ്മദി മുസ്ലിമായി തീർന്നു. വിശുദ്ധ ഖുർആൻ മുത്തക്കീങ്ങൾക്കത് സന്മാർഗമാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഇത് സംബന്ധമായി ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു, ഈ ആയത്തുകളിൽ ഗോപ്യമായ ആധ്യാത്മിക ജ്ഞാനം എന്തെന്നാൽ അള്ളാഹു പറയുന്നു, അലിഫ് ലാം മീം
ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അതായത് ഈ ഗ്രന്ഥം അള്ളാഹുവിൽ നിന്നുള്ള അറിവിൽ നിന്നാണ് വെളിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഗ്രന്ഥം എല്ലാതരം സംശയങ്ങൾക്കും അതീതമാകുന്നു. മാത്രമല്ല, മനുഷ്യന്റെ പരിപൂർണതയ്ക്ക് വേണ്ടി ദൈവികമായ അറിവ് പൂർണ്ണമായും മനുഷ്യനെ കഴിവുള്ളതാക്കുന്നു. അതുകൊണ്ട് ഈ ഗ്രന്ഥം ദോഷബാധയെ സൂക്ഷിക്കുന്നവർക്ക് ഒരു സമഗ്ര സന്മാർഗമാകുന്നു. അതുമാത്രമല്ല, അത് മനുഷ്യനെ മനുഷ്യപ്രകൃതത്തിന്റെ പുരോഗതിയുടെ ഏറ്റവും അവസാന ഘട്ടം വരെയും എത്തിക്കുകയും ചെയ്യുന്നു. സന്മാർഗം ലഭിക്കുന്ന മുത്തക്കിയാരാണ് എന്ന് വിവരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, അള്ളാഹു ഈ ആയത്തുകളിൽ മുത്തക്കി ആരാണെന്ന് പറയുന്നുണ്ട്. അവൻ അഥവാ മുത്തക്കി അദൃശ്യനായ അള്ളാഹുവിനെ വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും തന്റെ സമ്പത്തിൽ നിന്ന് ദൈവമാർഗത്തിൽ കൊടുക്കുകയും വിശുദ്ധ ഖുർആനെയും മുൻകാല ഗ്രന്ഥങ്ങളെയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാകുന്നു. അവരാണ് സന്മാർഗത്തിലേക്കുള്ളവർ. അവർ തന്നെയാണ് മോക്ഷം പ്രാപിക്കുന്നവരും. ഇതാണ് മുത്തക്കിയുടെ നിർവചനം. വിശുദ്ധ ഖുർആൻ മാത്രമാണ് സമ്പൂർണമായ മതദർശനം എന്ന് വിശദീകരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, വിശുദ്ധ ഖുർആൻ മതത്തെ സമ്പൂർണമാക്കുന്നതിനുള്ള ബാധ്യതയാണ് നിറവേറ്റിയതെന്ന് വ്യക്തമാണ്. അത് സ്വയം പ്രഖ്യാപിക്കുന്നു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വാത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അതായത് ഇന്നേ ദിവസം ഞാൻ നിങ്ങളുടെ മതത്തെ സമ്പൂർത്തീകരിക്കുകയും എന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് മേൽ പൂർണ്ണമാക്കുകയും ഞാൻ ഇസ്ലാമിനെ നിങ്ങൾക്ക് വേണ്ടി ഒരു മതമായി നിശ്ചയിച്ചുകൊണ്ട് സന്തുഷ്ടനാവുകയും ചെയ്തിരിക്കുന്നു. ആയതിനാൽ വിശുദ്ധ ഖുർആന് ശേഷം മറ്റൊരു ഗ്രന്ഥത്തിനും ഇനി പ്രസക്തിയില്ല. കാരണം മനുഷ്യന്റെ ആവശ്യങ്ങളെല്ലാം തന്നെ വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. ഇനി ദിവ്യഭാഷണത്തിന്റെ കവാടങ്ങൾ മാത്രമാണ് തുറന്നു കിടക്കുന്നത്. അതും സ്വയം തുറക്കുന്നതല്ല. അതായത് തെളിഞ്ഞതും തുറന്ന രീതിയിലുമുള്ള ദൈവിക പിന്തുണയുടെ വർണ്ണമുള്ളതും നിരവധി അദൃശ്യ കാര്യങ്ങളാൽ അധിഷ്ഠിതവുമായ സത്യസന്ധവും പരിശുദ്ധവുമായ ദിവ്യവാണികൾ വിശുദ്ധ ഖുർആനെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പിൻപറ്റുന്നതിലൂടെ ലഭ്യമാകുന്ന ഹൃദയ പരിശുദ്ധിക്ക് ശേഷം മാത്രമാണ് കരഗതമാവുക. ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ എതിരാളികൾ ഈ അഭൗമികമായ കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, നമ്മൾ ഖുർആനെ നൗസുബില്ല മാറ്റിമറിച്ചു എന്ന് അവർ ആരോപിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ ആത്മീയമായ ശമനൌഷധമാണ് എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ ഗ്രന്ഥമായ ചഷ്മയെ മാരിഫത്തിൽ പറയുന്നു, വിശുദ്ധ ഖുർആൻ യുക്തിഭദ്രമാകുന്ന ഗ്രന്ഥമാകുന്നു. വിശുദ്ധ ഖുർആൻ യുക്തിഭദ്രമായ ഗ്രന്ഥമാകുന്നു. അത് ആത്മീയ ശമനൌഷധത്തിന്റെ എല്ലാ ചട്ടങ്ങളും, അതായത് ദീനിന്റെ എല്ലാ അടിസ്ഥാന കാര്യങ്ങളും ഉള്ളതാകുന്നു. അത് വാസ്തവത്തിൽ ആത്മീയ ശമനൌഷധമാണ്. അതിനെ ഭൗതിക ശമനൌഷധത്തിന്റെ എല്ലാ ചട്ടങ്ങളുമായും സമരസപ്പെടുത്തിയിരിക്കുന്നു. അതനുസൃതമായിട്ടാണ് അത് വെച്ചിട്ടുള്ളത്. ഈ താതാത്മ്യം വളരെ സൂക്ഷ്മമാണ്. അത് നൂറുകണക്കിന് ദിവ്യജ്ഞാനങ്ങളും യാഥാർത്ഥ്യങ്ങളും തുറക്കുന്നതിനുള്ള കവാടമാകുന്നു. ശരിയായതും സമഗ്രവുമായ ഖുർആൻ വ്യാഖ്യാനം ചെയ്യാൻ അത് അനിവാര്യമാണ്. അതായത് ഭൗതികതയിൽ ശമനൌഷധത്തിന്റെ എല്ലാ നിയമങ്ങളെയും പരിഗണിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ വിവരിച്ചിട്ടുള്ള നിയമങ്ങളെ പരിഗണിക്കുന്നവർക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. പറയുന്നു, ഒരിക്കൽ ചില ഗവേഷകരുടെയും പ്രതിഭാശാലികളായ വിഷഗ്വരന്മാരുടെയും ചില ഗ്രന്ഥങ്ങൾ എനിക്ക് ദിവ്യദർശനത്തിൽ കാണിക്കപ്പെട്ടു. അത് ഭൗതികമായ ശമനൌഷധത്തിന്റെ സകല നിയമങ്ങളും അടിസ്ഥാന വിജ്ഞാനങ്ങളും അനിവാര്യമായ മാർഗങ്ങളും എല്ലാം ചർച്ച ചെയ്യുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രതിഭാശാലിയായ ബിഷഗ്വരൻ കർഷിയുടെ ഗ്രന്ഥവുമുണ്ട്. ഇതിലൊരു ഗ്രന്ഥം ഹക്കീമായ കർഷിയുടേതായിരുന്നു. ഇതാണ് ഖുർആന്റെ തഫ്സീർ എന്നാണ് സൂചന നൽകിയത്. അതിൽ നിന്ന് ആത്മീയ ജ്ഞാനത്തിനും ഭൗതിക ജ്ഞാനത്തിനും തമ്മിൽ വളരെ ഗഹനമായ ബന്ധമുണ്ടെന്ന് മനസ്സിലാകുന്നു. അത് പരസ്പരം സാക്ഷ്യപ്പെടുത്തേണ്ടതാകുന്നു. ഞാൻ ഈ എല്ലാ ഗ്രന്ഥങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ഭൗതിക രോഗശമനത്തിനുള്ള എല്ലാ ഗ്രന്ഥങ്ങളെയും വിശുദ്ധ ഖുർആനിൽ എല്ലാ ഗ്രന്ഥങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ദൃഷ്ടി പായിച്ചപ്പോൾ അതിഗഹനമായ ഭൗതിക രോഗത്തിന് സമാനമായ സകല നിയമങ്ങളും എല്ലാ ഗ്രന്ഥങ്ങളെയും പരിഗണിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ദൃഷ്ടി പായിച്ചപ്പോൾ അതിഗഹനമായ ഭൗതിക രോഗ ശമനത്തിന്റെ സകല നിയമങ്ങളും വളരെ ഉന്നതമായ തലത്തിൽ വിശുദ്ധ ഖുർആനിൽ കാണുകയുണ്ടായി. അതായത് ഭൗതികവും ആത്മീയവുമായ ചികിത്സയ്ക്കും വിശുദ്ധ ഖുർആനിൽ നിന്ന് ശരിയായ സഹായം ലഭിക്കുന്നതാണ്. ഇതിൽ പരിചിന്തനം നടത്താനും ദിവ്യജ്ഞാനങ്ങൾ കരസ്ഥമാക്കാനും കാലത്തിന്റെ ഇമാമിന്റെ വാക്കുകൾ കാതോർക്കേണ്ടതും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കേണ്ടതും അനിവാര്യമാണ്. അള്ളാഹുമായി ബന്ധമുണ്ടാക്കുന്നതിനുള്ള യഥാർത്ഥ മാർഗം
വിശുദ്ധ ഖുർആൻ മാത്രമാണെന്ന് വിവരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, ഓർക്കുക, അള്ളാഹു തന്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ തന്നെ സ്വയം പരിചയപ്പെടുത്താത്തിടത്തോളം മനുഷ്യന് ഒരിക്കലും തന്നെ മറകൾക്കും അപ്പുറത്തുള്ള ആ ദൈവത്തെ തന്റെ കഴിവുകൾ മുഖേന കണ്ടെടുക്കാൻ സാധ്യമല്ല. അതുപോലെ അള്ളാഹു താൻ തന്നെ സവിശേഷമായൊരു ബന്ധം ഉണ്ടാക്കാത്തിടത്തോളം മനുഷ്യന് അള്ളാഹുവുമായി ബന്ധമുണ്ടാക്കാൻ സാധ്യമല്ല. കൂടാതെ എല്ലാത്തിനും കഴിവുറ്റ ആശുപത്രികളിൽ നിന്ന്, കൂടാതെ എല്ലാത്തിനും കഴിവുറ്റ അള്ളാഹുവിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കപ്പെടാതെ ആർക്കും തന്നെ സ്വേച്ഛയുടെ മാലിന്യത്തിൽ നിന്ന് തന്റെ ആത്മാവിനെ പുറത്തേക്ക് കൊണ്ടുവരുവാനും സാധ്യമല്ല. നോക്കുക, ഞാൻ അനുഭവിച്ചറിഞ്ഞ കാഴ്ചകളെയാണ് സമർപ്പിക്കുന്നത്. ആ ഗ്രന്ഥം വിശുദ്ധ ഖുർആനെ പിൻപറ്റുന്നതിലൂടെയാണ് ലഭ്യമാവുക. മറ്റ് ഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ ഒരു ജീവാത്മാവ് ഇല്ല. ആകാശത്തിന് കീഴിൽ ആ യഥാർത്ഥ പ്രേമവാചനത്തിന്റെ പരിശുദ്ധ മുഖം കാണിച്ചു തരുന്നത് വിശുദ്ധ ഖുർആൻ എന്ന ഈ ഒരു ഗ്രന്ഥം മാത്രമാകുന്നു. ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആന്റെ കൽപ്പനകൾ പാലിക്കുകയാണെങ്കിൽ അള്ളാഹുവിന് മുഖം ദർശിക്കാൻ കഴിയുന്നതാണ്. നമ്മൾ അഹമ്മദികളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട ഘട്ടമാണിത്. നമ്മളിൽ എത്ര പേർ ഖുർആന്റെ അധ്യാപനം പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നും പഠിക്കുന്നുണ്ട് എന്നും നോക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി നല്ലപോലെ നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ. തുടർന്ന് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു, നമ്മുടെയും നമുക്ക് മുമ്പേ കഴിഞ്ഞു കടന്ന വിശുദ്ധന്മാരുടെയും ദൃക്സാക്ഷി വിവരണങ്ങളും അനുഭവ സാക്ഷ്യങ്ങളും വിശുദ്ധ ഖുർആനെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സത്യമായി പിന്തുടരുമ്പോൾ, അതായത് ആത്മാർത്ഥതയും സത്യസന്ധതയുടെയും ചുവടാണെങ്കിൽ, പതിയെ പതിയെ അത് ഏകനായ ദൈവത്തിന്റെ സ്നേഹത്തെ ഹൃദയത്തിൽ കുടിയിരുത്തുന്നതിനുള്ള സവിശേഷതയുള്ളതാണ്. മാത്രമല്ല, ദൈവിക വചനങ്ങളുടെ ആത്മീയ ശക്തി മനുഷ്യ ഹൃദയത്തിന് ഒരു പ്രകാശം നൽകുകയും അത് മുഖേന അവന്റെ കണ്ണുകൾ തുറക്കുകയും അങ്ങനെ അവസാനം മറുലോകത്തുള്ള അത്ഭുതങ്ങൾ കാണപ്പെടുകയും ചെയ്യുന്നതാണ്. ചുരുക്കത്തിൽ ആ ദിവസം മുതൽ അള്ളാഹു ഉണ്ടെന്ന ദൃഢബോധ്യം അവന് ലഭ്യമായിരിക്കുന്നു. ചുരുക്കത്തിൽ അന്നു മുതൽ അള്ളാഹു ഉണ്ടെന്ന ദൃഢജ്ഞാനം അവന് ലഭ്യമായിട്ടുണ്ട്. തുടർന്ന് ആ ദൃഢബോധ്യം പുരോഗതി പ്രാപിക്കുകയും ദൃഢജ്ഞാനം ഗോചരജ്ഞാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. പിന്നെ ആ ഗോചരജ്ഞാനം അനുഭവജ്ഞാനമായി മാറുന്നു. വിശുദ്ധ ഖുർആനിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കുന്ന ഒരാൾക്ക് ആദ്യം യാതൊരു ഹൃദയപരിശുദ്ധിയും കിട്ടിയിട്ടുണ്ടാവില്ല. പല തരത്തിലുള്ള തിന്മകളിൽ അകപ്പെട്ടിട്ടുമുണ്ടാകും. അത് അള്ളാഹുവിന്റെ അനുഗ്രഹം സഹായത്തിനെത്തുകയും അഭൗമികമായ കാര്യങ്ങളിലൂടെ അവന്റെ വിശ്വാസത്തെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വാഗ്ദാനം ചെയ്യുന്നു, ലഹുമുൽ ബുശ്റാ ഫീ ഹയാത്തി ദുനിയ, അതായത് വിശ്വാസികൾക്ക് അള്ളാഹുവിൽ നിന്ന് സുവാർത്ത നൽകപ്പെടുന്നു. കൂടാതെ അവൻ സ്വയം തന്നെയും തന്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് നിരവധി സുവാർത്തകൾക്ക് പാത്രമായിക്കൊണ്ടിരിക്കുന്നു. ഈ സുവാർത്തകൾ മുഖേന അവന്റെ വിശ്വാസം സ്വീകരിക്കുന്നതോടൊപ്പം അവന്റെ കണ്ണുകളിൽ നിന്ന് വിട്ടുമാറുകയും നന്മകളിൽ മുന്നേറുകയും ചെയ്യുന്നു. ആര്യ സമാജക്കാരുടെ ഒരു സമ്മേളനത്തിൽ വായിക്കപ്പെട്ട ഇസ്ലാമിന്റെ മേന്മ സംബന്ധിച്ച ഒരു പ്രബന്ധത്തിൽ വിശുദ്ധ ഖുർആന്റെ വ്യതിരിക്തമായ സവിശേഷതകളെക്കുറിച്ചും വിവരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു. അതിൽ വിശുദ്ധ ഖുർആന്റെ വ്യതിരിക്തമായ സവിശേഷതകളെക്കുറിച്ചും വിവരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, ദിവ്യ ഗ്രന്ഥങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടി നേർബുദ്ധികൾ അംഗീകരിച്ചിട്ടുള്ള സവിശേഷമായ അടയാളം അത് കേവലം അള്ളാഹുവിന്റെ പരിശുദ്ധ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിൽ മാത്രമേ കാണപ്പെടുകയുള്ളൂ. ഈ കാലഘട്ടത്തിൽ ദൈവീയ ഗ്രന്ഥത്തെ വ്യതിരിക്തമാക്കാൻ അനിവാര്യമായ അടയാളങ്ങൾ, അതായത് പ്രസ്തുത സകല മേന്മകളും മറ്റെല്ലാ ഗ്രന്ഥങ്ങളിൽ നിന്നും തികച്ചും അപ്രത്യക്ഷമായിരിക്കുന്നു. ഒരുപക്ഷെ ആ മേന്മകൾ ഏതെങ്കിലും കാലത്ത് അതിലുണ്ടായിരുന്നിരിക്കാം, പക്ഷെ ഇപ്പോഴില്ല. അതിനുള്ളൊരു തെളിവ് നാം നേരത്തെ എഴുതി കഴിഞ്ഞതാണ്. അവ ദൈവീയ ഗ്രന്ഥങ്ങളെന്ന് മനസ്സിലാക്കപ്പെടുന്നു. അവ ദിവ്യവാണികളാണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് അനുസൃതമായി നോക്കുകയാണെങ്കിൽ അതൊരിക്കലും ആൾപ്പാർപ്പില്ലാത്ത രാജകൊട്ടാരങ്ങൾ പോലെയാണ് എന്നതും അവിതർക്കിതമാണ്. സമ്പത്തും സൈനിക ശക്തിയും എല്ലാം അതിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. സവിശേഷമായ മേന്മകളെക്കുറിച്ച് ആ മഹാത്മാവ് പറയുന്നു, മനുഷ്യ കഴിവിന് അതീതമായ വിശുദ്ധ ഖുർആന്റെ സവിശേഷമായ മേന്മകൾ ഇനി വിവരിക്കാം. പറയുന്നു, ഒന്ന്, അതിൽ ഒരു ഗ്രഹശക്തിയുണ്ട്. അത് അതിന്റെ അനുയായികളെ അനുമാനത്തിൽ നിന്നും ദിവ്യജ്ഞാനത്തിന്റെ സുദൃഢതയിലേക്ക് നയിക്കുന്നു. കേവലം അനുമാനത്തിലല്ല, മറിച്ച് ദൃഢബോധ്യത്തിന്റെ ദിവ്യജ്ഞാനം ഉണ്ടാകുമ്പോൾ അത് ഒരു മനുഷ്യനെ പൂർണ്ണമായ നിലയിൽ
അതിനെ പിൻപറ്റുകയുമാണെങ്കിൽ ദൈവീയ ശക്തിയുടെ മാതൃക മൂജിസ് എന്ന നിലയിൽ അതിനെ പിൻപറ്റുമ്പോൾ കാണിക്കപ്പെടുന്നു. ദൈവശക്തിയുടെ മാതൃക മൂജിസ അഥവാ ദിവ്യ ദൃഷ്ടാന്തം എന്ന നിലയിൽ അയാൾക്ക് കാണപ്പെടുന്നു. അയാൾ അള്ളാഹുവുമായി സംവദിക്കുന്നു. അവൻ തന്റെ വചനങ്ങൾ മുഖേന അദൃശ്യ കാര്യങ്ങളെക്കുറിച്ച് അയാൾക്ക് അറിവ് നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഖുർആനിക അനുഗ്രഹങ്ങളെക്കുറിച്ച് കഥകൾ എന്ന നിലയ്ക്കല്ല പറയുന്നത്, മറിച്ച് ഞാൻ മോചിതത്തുകൾ സമർപ്പിക്കാം, അവ എനിക്ക് കാണിക്കപ്പെട്ടവയാകുന്നു. ആ എല്ലാ മോചിതത്തുകളും 1,00,000-ഓളം വരും, മറിച്ച് ഏറെക്കുറെ 1,00,000-ത്തിലധികം വരും. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ആരെങ്കിലും എന്റെ ഈ വചനങ്ങളെ പിന്തുടരുകയാണെങ്കിൽ അയാൾ ഈ ഗ്രന്ഥത്തിലെ മോചിതത്തുകളെ വിശ്വസിക്കുക മാത്രമല്ല, മറിച്ച് അയാൾക്കും മോചിതത്തുകൾ നൽകപ്പെടുന്നതാണ്. ആകയാൽ ഞാൻ സ്വയം അത്തരം മോചിതത്തുകൾ അള്ളാഹുവിന്റെ വചനങ്ങളുടെ പ്രഭാവത്താൽ കരസ്ഥമാക്കിയിരിക്കുന്നു. മനുഷ്യശക്തിക്ക് അതീതവും അതേസമയം ദൈവിക കർമ്മങ്ങൾ മാത്രമാകുന്നു. ഭൂമിയിലുണ്ടായ ഭൂകമ്പങ്ങളും ലോകത്ത് തിന്നുകൊണ്ടിരിക്കുന്ന പ്ലേഗും എനിക്ക് നൽകപ്പെട്ട ഈ മോചിതത്തുകളിൽ ഉൾപ്പെടുന്നു. പറയുന്നു, ഈ മോചിതത്തുകൾ എന്റേതല്ല, മറിച്ച് വിശുദ്ധ ഖുർആന്റേതാകുന്നു. കാരണം നാം അവന്റെ ശക്തിയും അവൻ നൽകിയ ആത്മാവ് മുഖേനയാണ് പ്രവർത്തിക്കുന്നത്. പറയുന്നു, ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആന്റെ ഉഗ്രശക്തികളിൽ ഒന്ന് അതിനെ പിന്തുടരുന്നവർക്ക് അത് മോചിതത്തുകളും അഭൗമികമായ ശക്തിയും നൽകുന്നു എന്നതാണ്. അതിൽ എത്രമാത്രം ആധിക്യമുണ്ടാകുന്നുവെന്നാൽ ഭൗതിക ലോകത്തിന് അവയെ നേരിടാൻ സാധ്യമല്ല. ആകയാൽ ഞാൻ വാദിക്കുകയും ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് ഇത് മാത്രമാണ് ലോകത്തുള്ള സകല എതിരാളികൾക്കും, അവർ പാശ്ചാത്യരോ പൗരസ്ത്യരോ ആകട്ടെ, ഒരു മൈതാനത്തിൽ ഒരുമിച്ചു കൂടി അടയാളങ്ങളുടെയും അഭൗമികമായ ദൃഷ്ടാന്തങ്ങളുടെയും കാര്യത്തിൽ ഞാനുമായി മത്സരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവന്റെ തൗഫീക്കിനാലും ഞാൻ തന്നെയാണ് ഈ രംഗത്ത് എല്ലാവരെയും അതിജയിച്ചു നിൽക്കുക. ഈ വിജയം എന്റെ ആത്മാവിന് എന്തെങ്കിലും അധികമായി ശക്തിയുള്ളത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹു ആഗ്രഹിക്കുന്നത് ഹദ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മീയ ശക്തിക്കും ഉന്നതമായ സ്ഥാനത്തിനും തെളിവ് നൽകണമെന്നുള്ളത് എന്തുകൊണ്ടാണ്. ഈ വിജയം എന്റെ ആത്മാവിന് എന്തെങ്കിലും അധികമായ ശക്തി ഉള്ളത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹു ആഗ്രഹിക്കുന്നത് അവന്റെ കലാമായ വിശുദ്ധ ഖുർആന്റെ ഉഗ്രശക്തിയും അവന്റെ റസൂൽ ഹദ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മീയ ശക്തിക്കും ഉന്നതമായ സ്ഥാനത്തിനും തെളിവ് നൽകണമെന്നുള്ളത് കൊണ്ടാണ്. അവൻ തന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് നൽകിയിട്ടുള്ളത്, അതല്ലാതെ എന്റെ കഴിവ് കൊണ്ടല്ല. ഞാൻ അവന്റെ മഹോന്നതമായ പ്രവാചകനെയും അവന്റെ അതിശക്തമായ കലാമിനെയും പിന്തുടരുന്നു, അതിനെ സ്നേഹിക്കുന്നു. ആ ദൈവിക വചനത്തിന്റെ പേര് വിശുദ്ധ ഖുർആൻ എന്നാകുന്നു. അത് ദൈവിക ശക്തികളുടെ പ്രാദുർഭാവമാകുന്നു. ഞാൻ അതിൽ വിശ്വസിക്കുന്നു. വിശുദ്ധ ഖുർആൻ വാഗ്ദാനം ചെയ്യുന്നു, ലഹുമുൽ ബുശ്റാ ഫീ ഹയാത്തി ദുനിയ. അതിൽ ഇങ്ങനെയും വാഗ്ദാനമുണ്ട്, അയ്യദ്ഹും ബി റൂഹിൻ മിൻഹു. മറ്റൊരു വാഗ്ദാനം അയ്യദ് ഇജ്അൽ ലക്കും ഫുർഖാന എന്നതാകുന്നു. ഈ വാഗ്ദാനങ്ങൾക്കനുസരിച്ചാണ് അള്ളാഹു ഇതെല്ലാം എനിക്ക് നൽകി അനുഗ്രഹിച്ചത്. ഈ ദൈവിക വചനങ്ങളുടെ അർത്ഥം ഇപ്രകാരമാകുന്നു: വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്നവർക്ക് സ്വാർത്ഥകൾ അടങ്ങിയ സ്വപ്നങ്ങളും ദിവ്യമാനങ്ങളും നൽകപ്പെടുന്നതാണ്. അതായത് അത് ധാരാളമായി നൽകപ്പെടും. അതല്ലാതെ എപ്പോഴെങ്കിലും കിട്ടുക എന്ന് പറയുകയാണെങ്കിൽ ആർക്കും എന്തെങ്കിലുമൊക്കെ സത്യസ്വപ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഒരു തുള്ളി വെള്ളത്തിലും സമുദ്രത്തിനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഒരു പേനയ്ക്കും ഒരു പൈസയ്ക്കും ഒരു ഖജനാവിനും തമ്മിൽ യാതൊരു സാദൃശ്യവുമില്ല. നമ്മുടെ തുടർന്ന് പറയുന്നു, പരിപൂർണമായി അനുസരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനാൽ സഹായം നൽകപ്പെടുന്നതാണ്. അത് അയാളുടെ ബുദ്ധിക്കും വിവേകത്തിനും ഒരു പ്രത്യേകത നൽകപ്പെടുന്നതാണ്. അയാളുടെ ദർശനാവസ്ഥ വളരെ തെളിഞ്ഞതായിരിക്കും. അയാളുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും പ്രാദുർഭാവമുണ്ടാകും. അയാളുടെ വിശ്വാസം അയാൾക്കും അന്യർക്കുമിടയിൽ ഒരു വ്യത്യാസമുണ്ടാകും. അതായത് മറ്റുള്ളവരെ അപേക്ഷിച്ച് അതിസൂക്ഷ്മമായ ദിവ്യജ്ഞാനങ്ങൾ അയാൾക്ക് നൽകപ്പെടുന്നതാണ്. അഭൗമികമായ അടയാളങ്ങൾക്ക് മുൻപേ മറ്റു സമൂഹങ്ങൾ നിസ്സഹായരായിരിക്കും. പറയുന്നു, ചിരപുരാതന കാലം മുതൽ തന്നെ അള്ളാഹുവിന്റെ ഈ വാഗ്ദാനം പൂർത്തിയായി വരുന്നതായി നാം കാണുന്നു. ഈ പ്രവചനത്തിൽ നാം സ്വയം അതിന്റെ രാജാവ് അനുഭവസ്ഥനാകുന്നു. മുസ്ലിങ്ങളും നമ്മളും ഇതിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കണം. അതായത് അള്ളാഹു ഇക്കാലഘട്ടത്തിൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനെ അടയാളങ്ങൾ കൊണ്ടാണ് അയച്ചിട്ടുള്ളത്. പ്രസ്തുത അടയാളങ്ങൾ ഇന്നുവരെയും തുടരുന്നു. ആരെങ്കിലും അള്ളാഹുവിന്റെ കലാമിനെ
ശരിയായ രീതിയിൽ പിൻപറ്റുകയാണെങ്കിൽ അള്ളാഹു അയാൾക്കും അല്പമൊക്കെ അതിന്റെ സ്വാദ് രുചിപ്പിക്കുന്നതാണ്. തുടർന്ന് പറയുന്നു, നാം വിശുദ്ധ ഖുർആന്റെ ഉഗ്രശക്തികളെക്കുറിച്ച് വിവരിക്കുകയാണ്. അത് അതിനനുസരിക്കുന്നവർക്ക് മേൽ പ്രഭാവം ചെലുത്തുന്നു. എന്നാൽ അത് മുഅ്ജിസത്തുകളാലും നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് ഇസ്ലാമിന്റെ പുരോഗതിയെക്കുറിച്ചും പ്രാദുർഭാവത്തെക്കുറിച്ചും വിജയത്തെക്കുറിച്ചും സുവാർത്ത നൽകിയിരുന്ന സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ വനാന്തരങ്ങളിൽ ഏകാന്തപഥികനായി സഞ്ചരിക്കുകയായിരുന്നു. ആ മഹാത്മാവിനോടൊപ്പം ഏതാനും ദുർബലരും ഏഴകളുമായ മുസ്ലിങ്ങളല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. റോമൻ ചക്രവർത്തി കൈസർ ഇറാനികളുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെടുകയും ഇറാനിലെ കിസ്ര ചക്രവർത്തി അയാളുടെ രാജ്യത്തിന്റെ നല്ലൊരു ഭാഗം കൈവശപ്പെടുത്തുകയും ചെയ്ത സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ പ്രവചനം എന്ന നിലയ്ക്ക് 9 വർഷങ്ങൾക്കകം വീണ്ടും റോമൻ ചക്രവർത്തി കൈസർ വിജയിക്കുമെന്നും ഇറാനികൾ പരാജയപ്പെടുമെന്നും പ്രവചിക്കുകയുണ്ടായി. പിന്നീട് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അതേപോലെ തന്നെ ചന്ദ്രൻ പിളരുകയെന്ന മഹത്തായ ദൃഷ്ടാന്തവും ദൈവിക കരങ്ങളെയാണ് വെളിപ്പെടുത്തിയത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലുകൊണ്ട് സൂചന നൽകിയപ്പോൾ ചന്ദ്രൻ പിളരുകയുണ്ടായി. നിഷേധികൾ ആ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നില്ല. ഇതിന്റെ എല്ലാം വിശദീകരണം അദ്ദേഹത്തിന് ഗ്രന്ഥമായ ചഷ്മിയെ മാരിഫത്ത് എന്ന പുസ്തകത്തിലുണ്ട്. ഞാൻ അത് ചുരുക്കി പ്രതിപാദിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്ന കഥകൾ എല്ലാം തന്നെ വാസ്തവത്തിൽ പ്രവചനങ്ങളാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ചഷ്മിയെ മാരിഫത്ത് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, അള്ളാഹു വിശുദ്ധ ഖുർആനിലുള്ള കഥകൾ വാസ്തവത്തിൽ കഥകൾ എന്ന നിലയ്ക്ക് ഉള്ളതല്ല, മറിച്ച് പ്രവചനങ്ങളാകുന്നു. അത് കഥാരൂപത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതേസമയം തൗറാത്തിൽ അത് തികച്ചും കഥകൾ എന്ന നിലയിലേക്ക് തന്നെയാണ് കാണപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ ഓരോ കഥയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ഇസ്ലാമിനും വേണ്ടി പ്രവചനം എന്ന നിലയിലാണ് അയച്ചത്. ഈ കഥകളുടെ എല്ലാം പ്രവചനങ്ങളും ഉന്നതമായ നിലയിൽ പൂർത്തീകരിക്കപ്പെടുകയുണ്ടായി. ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആൻ ദിവ്യജ്ഞാനങ്ങളുടെയും യാഥാർത്ഥ്യ ബോധങ്ങളുടെയും ഒരു നദിയാകുന്നു, പ്രവചനങ്ങളുടെ ഒരു സമുദ്രമാകുന്നു. ആർക്കും തന്നെ വിശുദ്ധ ഖുർആൻ മുഖേനയല്ലാതെ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് പരിപൂർണമായ ദൃഢവിശ്വാസം കരസ്ഥമാക്കാൻ സാധ്യമല്ല. കാരണം ഈ പ്രത്യേകത വിശുദ്ധ ഖുർആന് മാത്രം സവിശേഷമായിട്ടുള്ളതാകുന്നു. അതിനെ ശരിയായ രീതിയിൽ പിന്തുടരുകയാണെങ്കിൽ അള്ളാഹുവിനും മനുഷ്യനും ഇടയിലുള്ള എല്ലാ മറകളും നീക്കപ്പെടുന്നതാണ്. എല്ലാ മതസ്ഥരും കേവലം കഥ എന്ന രീതിയിലാണ് അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ ആ പ്രേമഭാചനത്തിന്റെ ശരിയായ മുഖം കാണിച്ചു തരുന്നു. ദൃഢലോകത്തു നിന്നും അദൃശ്യനായ ദൈവം ഖുർആൻ മുഖേന കാണപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു നിബന്ധനയുമുണ്ട്, വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് കർമ്മ നിരതരാകണം. പറയുന്നു, വിശുദ്ധ ഖുർആന് 2 ഭാഗങ്ങളുണ്ട്. ചില കാര്യങ്ങൾ കഥാരൂപത്തിലുള്ളവയാണ്, ചില കൽപ്പനകൾ നിർദ്ദേശങ്ങൾ എന്ന നിലയിലാണ് ഉള്ളത്. ഖുർആന്റെയും കൽപ്പനകളുടെയും വേർതിരിച്ചുകൊണ്ട് അറിയാൻ കഴിയാത്തവർ അവർ വലിയ പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ അത് നിദാനമായി തീരുന്നു. അതായത് കർമ്മപരമായ രീതിയിൽ വിശുദ്ധ ഖുർആന് കൈയൊഴിയുന്നു. കാരണം വിശുദ്ധ ഖുർആനെ കുറിച്ച് അള്ളാഹു പറയുന്നു, വലൗ കാന മിൻ ഇന്ദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. അതായത് ഇത് അള്ളാഹു അല്ലാതെ മറ്റാരുടെയെങ്കിലും പക്കൽ നിന്നായിരുന്നുവെങ്കിൽ തീർച്ചയായും ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അതിൽ കാണുമായിരുന്നു. പറയുന്നു, വൈരുദ്ധ്യങ്ങളില്ല എന്നത് അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതിന് തെളിവാകുന്നു. അതായത് വൈരുദ്ധ്യങ്ങളില്ലാത്തത് കൊണ്ട് അത് അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു. എന്നാൽ ദീർഘദർശനമില്ലാത്തവർ കഥകളെയും കൽപ്പനകളെയും വേർതിരിക്കാതെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അത് അള്ളാഹുവിൽ നിന്നല്ലെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. അവരുടെ ബുദ്ധിയെക്കുറിച്ച് ഖേദിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യാൻ. ഞാൻ പറഞ്ഞു വന്നതുപോലെ ഇതിലുള്ള കഥകളെല്ലാം പ്രവചനങ്ങൾ എന്ന നിലയ്ക്കുള്ളവയാണ്, അത്തരത്തിലുള്ള കൽപ്പനകളാണ്. അതിൽ കഥകളെയെല്ലാം പ്രവചനം എന്ന നിലയ്ക്കാണ് പറയുന്നത്. കൽപ്പനകൾ ആ നിലയ്ക്കുള്ളവയും ആണ്. അത് അവരെ പരസ്പരം കൂട്ടിക്കലർത്തി. ചിലർ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവർ അബദ്ധത്തിൽ ചെന്നു ചാടുന്നു. അവയെ മനസ്സിലാക്കാനുള്ള ദിവ്യബോധം അവർക്കില്ല. അതുകൊണ്ട് തഫ്സീർ ചെയ്യുന്നവർക്ക് മേൽ മാറ്റത്തിരുത്തലുകൾ ചെയ്തു എന്ന ആരോപണം ഉണ്ടാകുന്നു. വിശുദ്ധ ഖുർആന്റെ ഉന്നത സ്ഥാനീയമായ മേന്മകളെ വിവരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, വിശുദ്ധ ഖുർആന്റെ ഉന്നതമായ മേന്മകളിൽ അതിന്റെ അധ്യാപനങ്ങളും ഉൾപ്പെടുന്നു. കാരണം അത് മനുഷ്യ പ്രകൃതിക്കും മനുഷ്യ നന്മയ്ക്കും തികച്ചും അനുസൃതമാണ്. ഉദാഹരണമായി തൗറാത്തിന്റെ അധ്യാപനം പല്ലിനു പകരം പല്ലും കണ്ണിനു പകരം കണ്ണുമാണ്. ഇഞ്ചിയിൽ പറയുന്നു,
തിന്മയൊരിക്കലും എതിർക്കരുത്. മറിച്ച് ആരെങ്കിലും ഒരു കവിളത്തടിച്ചാൽ അടുത്ത കവിളും കാണിച്ചു കൊടുക്കുക. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹാ ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ് ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. അതായത് തിന്മയ്ക്കുള്ള പ്രതികാരം തത്തുല്യമായ ശിക്ഷയാകുന്നു. എന്നാൽ ആരെങ്കിലും കുറ്റവാളിയുടെ ശിക്ഷ മാപ്പാക്കുകയും തിന്മ പൊറുക്കുന്നതുകൊണ്ട് തിന്മ ചെയ്ത ആൾ നന്മയിലേക്ക് മാറുകയും മേലിൽ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുകയുമാണെങ്കിൽ മാപ്പ് കൊടുക്കുന്നത് പ്രതികാരം ചെയ്യുന്നതിനേക്കാൾ ഉത്തമമാകുന്നു. അല്ലാത്ത പക്ഷം ശിക്ഷ നൽകുന്നതാണ് നല്ലത്. കാരണം സ്വഭാവങ്ങൾ വ്യത്യസ്തമാകുന്നു. ചിലർ മാപ്പ് കൊടുക്കുമ്പോൾ പിന്നെ ആ തിന്മയുടെ പേര് പോലും ഉച്ചരിക്കുന്നില്ല, അതിൽ നിന്ന് പിന്മാറുന്നു. പക്ഷേ ചില ആളുകൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നാലും വീണ്ടും അതേ പാപങ്ങൾ തന്നെ ചെയ്യുന്നു. ആകയാൽ മനുഷ്യന്റെ സ്വഭാവങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് വിശുദ്ധ ഖുർആൻ സമർപ്പിക്കുന്ന അധ്യാപനം തന്നെയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഇഞ്ചീലിന്റെയും തൗറാത്തിന്റെയും അധ്യാപനങ്ങൾ പരിപക്വമല്ല. മറിച്ച് പ്രസ്തുത അധ്യാപനങ്ങൾ മനുഷ്യൻ എന്ന പരവൃക്ഷത്തിന്റെ ശാഖകളിൽ കേവലം ഒരു ശാഖ മാത്രമായി ബന്ധപ്പെട്ടവയാണ്. പ്രസ്തുത രണ്ടിന്റെയും അധ്യാപനങ്ങൾ ഒരു പ്രത്യേക സമൂഹത്തിന്റെയോ സ്ഥലത്തിന്റെയോ ഉള്ളിൽ പരിമിതമായ നിയമങ്ങൾ പോലെയാകുന്നു. എന്നാൽ ഖുറാനിക അധ്യാപനങ്ങൾ എല്ലാ മനുഷ്യവിഭാഗങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ളതാണ്. ഈ ഉദാഹരണം കഴിഞ്ഞ ഖുത്ബയിൽ മറ്റൊരു തലത്തിൽ ഞാൻ വിവരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിശുദ്ധ ഖുർആന്റെ മേന്മകളുടെ അടിസ്ഥാനത്തിൽ ഈ ഉദ്ധരണി കേൾപ്പിച്ചതാണ്. വീണ്ടും പറയുന്നു, ഇഞ്ചീലിന്റെ മറ്റൊരു ഉദാഹരണമുണ്ട്. മറ്റൊരു ഉദാഹരണം നൽകുകയാണ്. ഈ ഒരു ഉദാഹരണം മാത്രമല്ല, മറിച്ച് ഉദാഹരണങ്ങളാണ് നൽകുന്നത്. അതായത് ഇഞ്ചീൽ കൽപ്പിക്കുന്നു, നീ അന്യ സ്ത്രീയെ ശൃംഗാര ദൃഷ്ടിയോടെ നോക്കരുത്. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, നീ ഒരിക്കലും നോക്കരുത്. ശൃംഗാര ദൃഷ്ടിയോടെ ആണെങ്കിലും അത് അല്ലാത്ത രീതിയിലാണെങ്കിലും, കാരണം അതെപ്പോഴെങ്കിലും അത് നിന്റെ കാലിടറുന്നതിന് കാരണമായേക്കാം. ചിലർ പറയാറുണ്ട്, ഞങ്ങൾ വളരെ പാവന ദൃഷ്ടിയോടെയാണ് നോക്കുന്നത് എന്ന്. പറയുന്നു, പരിശുദ്ധ ദൃഷ്ടിയോടെയും നോക്കേണ്ട, കാരണം അത് നിങ്ങൾക്ക് കാലിടറാൻ കാരണമാകും. മറിച്ച് ആവശ്യമായ ഘട്ടങ്ങളിൽ പാതി അടഞ്ഞ ദൃഷ്ടിയോടുകൂടി നോക്കുക. അതല്ലാതെ കണ്ണും തുറന്നു പിടിച്ച് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റരുത്. അതായത് ആവശ്യം വരുമ്പോൾ പാതി അടഞ്ഞ കണ്ണുകൊണ്ട് നോക്കാവുന്നതാണ്. അവരെ പൂർണ്ണമായും കാണാൻ ഇടവരരുത്. കണ്ണു തുറിച്ചു നോക്കരുത്. ആവശ്യമെങ്കിൽ കാണാവുന്നതാണ്. വീണ്ടും പറയുന്നു, ഇഞ്ചിയിൽ പറയുന്നു, തന്റെ ഭാര്യയെ വ്യഭിചാര കുറ്റത്തിനല്ലാതെ ആരും തലാക്ക് ചെല്ലരുത്. എന്നാൽ വിശുദ്ധ ഖുർആൻ തലാക്ക് കേവലം വ്യഭിചാരത്തെ മാത്രമാക്കി ഒതുക്കി നിർത്തുന്നില്ല. മറിച്ച് സ്ത്രീയും പുരുഷനും പരസ്പരം ശത്രുതയുണ്ടാവുകയാണെങ്കിൽ, ഒന്നിച്ചു പോകാൻ കഴിയുന്നില്ലെങ്കിൽ, അതല്ലെങ്കിൽ ജീവന് അപകടമുണ്ടെങ്കിൽ, സ്ത്രീ വ്യഭിചാരിണി അല്ലെങ്കിൽ പോലും വ്യഭിചാരത്തിന് ചുവടുകൾ അവളിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ, അന്യപുരുഷനുമായി ഇടകഴുകുകയാണെങ്കിൽ, ഈ എല്ലാ അവസ്ഥയിലും ആവശ്യമാണെന്ന് കാണുകയാണെങ്കിൽ അവളെ ഒഴിവാക്കാമെന്ന ഭർത്താവിന്റെ അഭിപ്രായത്തെ മാനിക്കുന്നു. പക്ഷേ എങ്കിലും അവിടെയും ശാസനയുണ്ട്. വളരെ കഠിനമായ ശാസനയാണുള്ളത്. അതായത് വളരെ പെട്ടെന്ന് തലാക്ക് കൊടുക്കരുത്. ശാസനയുണ്ട്. വളരെ ശക്തമായ ശാസനയാണ്. തലാക്ക് കൊടുക്കുന്നതിൽ ധൃതി കാണിക്കരുത്. ഇവിടെ പുരുഷന് തലാക്ക് കൊടുക്കാൻ പൂർണ്ണമായും അധികാരമുണ്ടെന്ന കാര്യത്തിലും മറുപടി നൽകിയിരിക്കുന്നു. ചില പുരുഷന്മാർ കരുതുന്നതും അങ്ങനെ ഉപയോഗപ്പെടുത്തുകയും അക്രമം കാണിക്കുകയും ചെയ്യുന്നവരായിട്ടുണ്ട്. പറയുന്നു, കൃത്യമായ കാരണങ്ങളില്ലാതെ അങ്ങനെ ചെയ്യുന്നത് അനുവദനീയമല്ല. അപ്പോഴും തലാക്ക് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. വീണ്ടും പറയുന്നു, വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ മനുഷ്യന്റെ ആവശ്യങ്ങൾക്കനുസൃതമാകുന്നു. അവയെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് ചില യൂറോപ്യൻ ഭരണകൂടങ്ങൾക്ക് തലാക്കിനെ സംബന്ധിച്ച് നിയമങ്ങൾ പാസാക്കേണ്ടി വന്നത്. ഇപ്പോൾ നിയമത്തിൽ എഴുതുന്നത് കാരണം എന്താണെന്ന് ചോദിക്കുന്നു. നിരവധി കേസുകളിൽ എന്താണ് തലാക്കിന് കാരണമെന്നും എന്തുകൊണ്ട് വേർപെടുന്നു എന്നതിനെല്ലാം തെളിവുകൾ നൽകേണ്ടി വരുന്നു. ഏതായാലും പറയുന്നു, ഇത് എളുപ്പത്തിൽ ചെയ്യാവുന്നതല്ല. അതുകൊണ്ട് അവർക്കും തങ്ങളുടെ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നു. ഭൗതിക നിയമങ്ങൾ ഉണ്ടാക്കുകയും അത് ലംഘിക്കപ്പെടുകയും ചെയ്യുന്നു. അതിൽ കൂടുതൽ മേന്മകൾ വരുത്താൻ അവർ പരിശ്രമിക്കുന്നു. പക്ഷേ എന്നിട്ടും അതിലെന്തെങ്കിലുമൊക്കെ ന്യൂനത അവശേഷിക്കുന്നു. എന്നാൽ ദൈവിക നിയമങ്ങൾ മനുഷ്യ പ്രകൃതിക്ക് തികച്ചും അനുഗുണമാകുന്നു. ഞാനിവിടെ വീണ്ടും വിശദീകരിക്കട്ടെ. പുരുഷന് മാത്രമല്ല തലാക്ക് ചെയ്യാനുള്ള അവകാശമുള്ളത്, മറിച്ച് സ്ത്രീക്കും അതൃപ്തി കാരണത്താലോ മറ്റെന്തെങ്കിലും കാരണത്താലോ ഹുല വാങ്ങിക്കാവുന്നതാണ്. പുരുഷൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ, അയാളുടെ അതിക്രമങ്ങൾ സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ
പുരുഷന്മാർക്ക് മഹർ തിരിച്ചു കൊടുക്കുന്നതല്ല. ആ മഹറും കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അവകാശങ്ങളും നൽകേണ്ടതായി വരും. അതുകൊണ്ട് ഏതെങ്കിലും പുരുഷനോ സ്ത്രീക്കോ ഈ അവകാശം പുരുഷന് മാത്രമാണെന്നുള്ള ധാരണ ഉണ്ടാകേണ്ട കാര്യമില്ല. സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ അവിടെ അതിന്റെ വിശദീകരണവും നൽകുന്നതായിരിക്കും. ഏതായാലും ഈ വിഷയം തുടരുന്നതാണ്. ഇനിയും ആ മഹാത്മാവിന്റെ ഉദ്ധരണികളുണ്ട്. അതെല്ലാം സന്ദർഭമനുസരിച്ച് ഇത് സംബന്ധമായി വിവരിക്കുന്നതാണ്. അള്ളാഹു നമുക്ക് വിശുദ്ധ ഖുർആന്റെ ശരിയായ അധ്യാപനങ്ങൾ അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.